സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ഈ സെക്ഷനിൽ ബൈയെ പറ്റി പഠിക്കാം. ബൈ നമ്മൾ ബൈ പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബൈ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് നിങ്ങൾ നോക്കുക. BY ആണ്. BY ഈ ബൈയും ഉണ്ട്, അതല്ലാതെ BUY ബൈയും ഉണ്ട്. ഈ BY ഈ ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ബൈ എന്ന് പറയത്തില്ലേ, അതാണ്. മറ്റൊന്ന് BUY ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ് എൻ്റെ അർത്ഥം. ഇതൊന്നും അല്ല, ഇത് BY മാത്രമുള്ളൂ. ഇതിന് പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ പല അർത്ഥങ്ങൾ വെച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇതിന് മുമ്പുള്ള ഭാഗങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് വിശദമാക്കിയിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പക്ഷേ ശരിക്കും നിങ്ങൾ മുമ്പുള്ള ഭാഗങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഡൂവർ ഓഫ് ദി ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാരാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ജോൺ ആണ് ഈ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ ബൈ ജോൺ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ടൈം ലിമിറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ബൈ എന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങളുടെ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി 20-ാം തീയതിയാണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ നമുക്ക് പറയാൻ പറ്റും എന്നാണ് ബൈ 20th നിങ്ങൾ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണ് 20th ആണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ അതിന് മുമ്പ് അടച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 20th കഴിഞ്ഞ് അടയ്ക്കാൻ പറ്റില്ല. മറ്റൊന്ന് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊണ്ടുവന്നത് അതെങ്ങനെയാണ്, ഏത് വാഹനത്തിലാണ് എന്നൊക്കെ പറയുന്നതാണ് ഈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് നെക്സ്റ്റ് ടു അല്ലെങ്കിൽ ബിസൈഡിനെ നമ്മൾ ബൈ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അടുത്ത് എന്ന്. ഇപ്പോഴും നമ്മൾ പറയാം നമ്മുടെ വീട് ഒരു ബീച്ചിനടുത്താണ് എന്ന് പറയാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നു. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യക്തമാവും. ദ വർക്ക് വാസ് ഡൺ ബൈ ജോൺ എന്ന് പറഞ്ഞാൽ ഈ വർക്ക് ജോണാണ് ചെയ്തത്, അതല്ലെങ്കിൽ ജോണാണ് ഈ വർക്ക് ചെയ്തത്. ദ വർക്ക് വാസ് ഡൺ ബൈ ജോൺ. മറ്റൊന്ന് ഡിപ്പോസിറ്റ് ദ മണി ബൈ 2 o'clock എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പൈസ 2 മണിയോട് കൂടി ഡിപ്പോസിറ്റ് ചെയ്യുക. അതായത് 2 മണിക്കുള്ളിൽ. ബൈ എന്ന് പറയുമ്പോൾ എന്താണ്, അതാണ് ടൈം ലിമിറ്റാണ്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 മണി മാക്സിമം. പക്ഷേ നമുക്ക് കുഴപ്പമൊന്നുമില്ല, 10 മണിക്ക് ഡിപ്പോസിറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. രാവിലെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ 2 o'clock ഇവിടെ സ്പെസിഫൈ ആയിട്ടില്ല, രാത്രിയാണോ പകലാണോ എന്നുള്ളത് സ്പെസിഫൈ ആയിട്ടില്ല. സോറി, ഞാൻ ഉദ്ദേശിച്ചത് ഇൻ ദ ആഫ്റ്റർനൂൺ എന്നാണ്. അപ്പോൾ ആഫ്റ്റർനൂൺ, അപ്പോൾ ഡിപ്പോസിറ്റ് ദ മണി ബൈ 2 o'clock ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് മുമ്പ്. 2 മണിയാണ് മാക്സിമം സമയം, അതിന് മുമ്പ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രാവിലെ 10 മണിക്ക് വേണമെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം, രാവിലെ 7 മണിക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാക്സിമം എത്ര മണിയാണ്, മാക്സിമം 2 മണി. അതിന് ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 2-ന് മുമ്പ് എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. മറ്റൊന്ന് സീ മീ ബൈ 5 o'clock ഇൻ ദ ഈവനിങ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, സോറി. അപ്പോൾ സീ മീ ബൈ 5 o'clock എന്ന് പറഞ്ഞാൽ എന്താണ്, 5 മണിക്ക്, ഒന്നെങ്കിൽ മാക്സിമം 5 മണിയോ അല്ലെങ്കിൽ അതിന് മുമ്പോ എന്നെ കാണുക എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ. മറ്റൊന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഷീ കെയിം ബൈ ട്രെയിൻ ടുഡേ എന്നാണ്. ഷീ കെയിം ബൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഷീ കെയിം എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള സെക്ഷൻസ് പ്രധാനമായും ടെൻസുകളൊക്കെ നോക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഷീ കെയിം ബൈ ട്രെയിൻ ടുഡേ. ഓക്കെ. അല്ലെങ്കിൽ ഐ ഗോ ബൈ ബസ് എവ്രി ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എന്നും ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ. അപ്പോൾ അവൾ ട്രെയിനിൽ ആണ് വന്നത്, ഇന്ന് വന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ ഇന്ന് ട്രെയിനിലാണ് വന്നത്. ഷീ കെയിം ബൈ ട്രെയിൻ ടുഡേ. എനിക്കറിയാം നിങ്ങൾ എൻ്റെ മറ്റ് സെക്ഷനുകൾ ഇതിന് മുമ്പിൽ പഠിച്ചിട്ടുണ്ടായെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും, ഇതിനകത്തൊരു ഡിഫിക്കൽറ്റി ഇല്ല. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സെക്ഷൻ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽറ്റി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ
ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് ചേർക്കുന്നത് 10ാം ക്ലാസ്സിലാണോ അതോ 1ാം ക്ലാസ്സിലാണോ? തീർച്ചയായിട്ടും 1ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിൽ ഇപ്പോൾ ഒരു പാഠപുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ആ കൊച്ചു പേടിച്ചു പോകും. പക്ഷേ 1 തൊട്ട് പഠിച്ചു വരികയാണെങ്കിൽ ആ കുഞ്ഞിന് ഒരിക്കലും പേടിയുണ്ടാകത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളും. നമ്മൾ തീർച്ചയായിട്ടും ആദ്യത്തെ സെക്ഷൻ മുതൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാകത്തില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. വളരെ സിമ്പിളാണ്. ഇനി അവർ ഹൗസ് ഈസ് ബൈ ദ സീ എന്ന് പറഞ്ഞാൽ, ബൈ ദ സീ എന്ന് പറഞ്ഞാൽ അടുത്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ടു എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. അടുത്തെന്ന് അങ്ങ് ഉദ്ദേശിച്ചാൽ മതി. അവർ ഹൗസ് ഈസ് ബൈ ദ സീ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് പിന്നെ കടലിനടുത്താണ്. അതാണ് ആ ഹൗസ് ഈസ് ബൈ ദ സീ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.